പൂർണ്ണ
കൂർമ്മ വരാഹച്ച നരസിംഹച്ച വാമന രാമോ രാമേതി രാമ കൃഷ്ണ കൽക്കി. ഈ കലിയുഗം ഇവിടെ പറയും. അപ്പോൾ ത്രേതായുഗത്തില് ഈ കലിയുടെ ഈ നമ്മുടെ ആസുരിക ഭാവം എങ്ങനെയാണ് അവിടെ വരുന്നത്? അവിടെ ത്രേതായുഗം മൂന്ന് ഭാഗം സാത്വികവും ദൈവികവും, ബാക്കി വരുന്ന ഒരു ഭാഗം വെള്ള നാലാകും. അങ്ങനെ 75% ദൈവിക ഭാവത്തിലും 25% മാത്രം ആസുരിക ഭാവമാണ്. അപ്പോൾ അവിടെ ആസുരികമായിട്ട് നമ്മളെ എല്ലാം ഇവിടെ കാണിച്ചു തരുന്നുണ്ട് അല്ലെ? ആരാണ്? ശ്രീരാമചന്ദ്രനും മാനരാദികളും മറ്റും എല്ലാവരും ദൈവിക ഭാവത്തിൽ വരുമ്പോൾ അവിടെ ആസുരിക ഭാവത്തിൽ വരുന്നത് ആരെയായിട്ടാണ് കാണിക്കുന്നത്? രാവണൻ, കുംഭകർണൻ, ശൂർപ്പണഖ അല്ലെ? ഇങ്ങനെ നമുക്ക് കഥയിൽ കൂടെ ഇങ്ങനെ കൊണ്ട് കാണിക്കുമല്ലോ അല്ലെ? അപ്പോൾ അത് കഴിഞ്ഞു. അടുത്തത് ദ്വാപരം വന്നു. ദ്വാപര യുഗത്തിന്റെ സവിശേഷത എന്താ? അത് നേരെ പകുതിയായി മാറും അല്ലെ? അതിൽ 50% ആരായിരുന്നു? ദൈവിക ഭാവം. ബാക്കി 50% തുല്യരായിരുന്നു അല്ലെ? 50% സ്വാത്വിക ഭാവത്തിലും ദൈവിക ഭാവത്തിലും നിൽക്കുമ്പോൾ 50% നേരെ ഓപ്പോസിറ്റ്, അതിനെതിരായിട്ട് ആസുരിക ഭാവവും. അങ്ങനെയാണ്. അവിടെയാണ് കൃഷ്ണന്റെ ജന്മം ഉണ്ടാകുന്നത്. കൃഷ്ണൻ മനുഷ്യനായിട്ട് ജനിക്കുന്നത്. അങ്ങനെ കൃഷ്ണൻ ആ സത്യം, ധർമ്മ, നീതി എല്ലാം കാത്ത് അങ്ങനെ ആ കൃഷ്ണനെ ഭഗവാന്റെ ആ രൂപത്തിലാണ് അതെല്ലാം ഇവിടെ നിലനിന്നു. അങ്ങനെ ഭഗവാൻ സ്വർഗാരോഹണം ചെയ്യുന്നു. അടുത്തത് വരുന്നു കലിയുഗം. ഈ കലിയുഗത്തിൽ നമ്മളൊക്കെ കലിയുഗത്തിൽ പെട്ട് അലയുന്ന മനുഷ്യരാണ്. കലിയുഗത്തിന്റെ വലിയ പ്രത്യേകത എന്താ? കലിയുഗത്തിന് 75% ആരായിരിക്കും? ആസുരിക ഭാവം. നമ്മൾ കാണുന്നുണ്ട്. ഇപ്പോൾ അതിന് 25% എന്ന് പറയാൻ നമ്മളെ 25% പോകാം. 75% എന്താ? ഇതൊന്നും വേണ്ട, ഇതൊന്നും ശരിയല്ല. ഇപ്പൊ ഒരാൾ പറയുക എന്ന് പറയാൻ അവരെ ഞാൻ എങ്ങനെ വിമർശിക്കാം എന്ന് ചിന്തിക്കുന്നവരാണ് നമ്മളിൽ കൂടുതൽ. നമ്മൾ മറ്റ് ആൾക്കാരെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ മറ്റ് മതസ്ഥരിൽ എങ്ങനെയാണ്? അവരുടെ എന്തെങ്കിലും കാര്യം അവർക്ക് വേണ്ടിയിട്ട് ആരെങ്കിലും എന്തെങ്കിലും ചെയ്യാൻ വരുവാണെങ്കിൽ അവർ പ്രൊമോട്ട് ചെയ്യും. പക്ഷെ നമ്മുടെ തന്നെ ഒന്നിനും ഒരു നിർബന്ധമില്ല. അവർക്ക് വരാൻ സമയമുണ്ടെങ്കിൽ വരണം, അങ്ങനെയാണ് ഇവിടെ കമ്പൽസറി പോകുന്നത്. അങ്ങനെ ഭഗവാൻ സ്വർഗാരോഹണം ചെയ്തപ്പോൾ ഇവിടെ കലിയുഗായിരിക്കുകയാണ് അല്ലെ? അപ്പോൾ ഈ 4 യുഗങ്ങൾ വരുമ്പോഴാണ് ഒരു ചതുർയുഗം ധർമ്മം അവസാനിക്കുന്നു. അങ്ങനെ ഓരോ ദ്വാപര യുഗത്തിലും വ്യാസന്മാർ ജന്മമെടുക്കുന്നു. നമ്മൾ ഈ കേൾക്കുന്ന വ്യാസൻ എന്ന് പറയുന്നത് ആരാണ്? വ്യാസൻ എന്ന് പറയുന്നത് നമ്മൾ പറയുന്ന ഒരു അപ്പോയിന്റ്മെന്റ് മാതിരി. ഇപ്പൊ നമ്മൾ പറയുന്നത് നമ്മുടെ പ്രധാനമന്ത്രി ഇപ്പോൾ നരേന്ദ്രമോദിയാണ്, ഇതിനു മുമ്പ് ഇന്ദിരാഗാന്ധിയായിരുന്നു, അതിനു മുമ്പ് എന്ന് പറയുന്നത് പോലെ ഓരോ യുഗങ്ങളിലെ ചതുർയുഗത്തിൽ ദ്വാപരയുഗം ആരംഭിക്കുമ്പോൾ അവിടെയെല്ലാം ഓരോ വ്യാസന്മാരുടെ സൃഷ്ടി ഉണ്ടാകുന്നു. ആദ്യത്തെ വ്യാസൻ ബ്രഹ്മദേവനാണ്. അങ്ങനെ ഈ ഇപ്പോഴത്തെ വ്യാസൻ 28ാമത്തെ വ്യാസനാണ് കൃഷ്ണദ്വൈപായനൻ എന്ന് പറയുന്നത് അല്ലെ? അപ്പോൾ ഞാൻ ഈ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ ഈ നമ്മുടെ വേദങ്ങളുടെയൊക്കെ ആരംഭം പറയുമ്പോൾ നമ്മുടെ ഋഷീശ്വരന്മാർ, ജ്ഞാനികളായ നമ്മുടെ ഋഷീശ്വരന്മാരെല്ലാം എന്താണ് ചെയ്യുന്നത്? അവരെല്ലാം തപസ്യകളിലൂടെ അവര് പർവ്വത പ്രദേശങ്ങളിലും വനാന്തരങ്ങളിലും അങ്ങനെ ഏകമായ ക്ഷേത്രങ്ങളിൽ അവിടെ എല്ലാം ഇരുന്ന് തപസ് ചെയ്യുക. തപസ് ചെയ്യുക എന്ന് പറയുന്നത് എന്താണ്? അന്വേഷിക്കുകയും. അതായത് ഇന്ന് നമ്മൾ ഇംഗ്ലീഷിൽ പറയുമ്പോൾ സയന്റിസ്റ്റ് എന്താ ചെയ്യുന്നത്? അവർ കണ്ടുപിടിച്ചുകൊണ്ടേയിരിക്കുക. ഇതേ കൂട്ട് നമ്മുടെ ഋഷീശ്വരന്മാരെല്ലാം ഒരു കാലത്തില് അവരുടെ എല്ലാ സുഖങ്ങളെയും വെടിഞ്ഞിട്ട് ഈ ഭൗതികമായി ഈ പ്രപഞ്ചത്തിനു വേണ്ടി അവർ ഇങ്ങനെ അന്വേഷിക്കുകയാണ്. എങ്ങനെ ഈ പ്രപഞ്ചം ഉണ്ടായി അല്ലെ? ഈ പ്രപഞ്ചം എങ്ങനെ ഉണ്ടായി? ഈ പ്രപഞ്ചത്തിലെ ഈ സർവ്വചരാചരങ്ങൾ എങ്ങനെ ഉണ്ടായി? ഇങ്ങനെയെല്ലാം ഒരു അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അവരുടെ എല്ലാം കണ്ടെത്തലിന്റെ ഫലമാണ് ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന എന്തൊക്കെ വേദങ്ങള്, നമുക്ക് ദൈവികമായി ഇന്ന് കിട്ടിയിരിക്കുന്ന എല്ലാ ഗ്രന്ഥങ്ങളും, വേദാന്തം അല്ലെ? അപ്പൊ ഇതെല്ലാം ആരുടെ കണ്ടെത്തലുകളാണ്? നമ്മുടെ പൂർവികരായ ഋഷീശ്വരന്മാരുടെ, നമ്മുടെ ഭാരതീയ സംസ്കൃതിയുടെ എന്ന് പറയാൻ ഒത്തിരി പുരാതനമാണ്. ഇപ്പൊ ഈ ഭാഗവത പുരാണങ്ങളെ പറ്റി പറയുമ്പോൾ തന്നെ 6000 വർഷങ്ങൾക്ക് മുൻപോട്ടുള്ള, അതായത് ത്രേതായുഗം പറയുന്നത് 10,000 വർഷങ്ങൾക്ക് മുമ്പുള്ള കഥയല്ല, അന്നേ ഉള്ളതാണില്ല.
അപ്പോൾ അവരെല്ലാം ഇങ്ങനെ കണ്ടുപിടിച്ച് കൊണ്ടുവന്ന് ഈ വേദങ്ങളെല്ലാം, അപ്പോൾ ഈ വേദങ്ങളുടെ നമുക്ക് എത്ര വേദങ്ങളാണുള്ളത്? ഇപ്പൊ നമ്മുടെ സനാതന വിശ്വാസികളാണ് നമ്മൾ. അപ്പൊ നമുക്ക് ഇതിനെപ്പറ്റി ഒരു മക്കളെ നിങ്ങൾക്ക് വേണ്ടിയിട്ടായി പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? അതായത് ഈ നമ്മുടെ, ഞാൻ ചോദ്യം നിങ്ങളോടാ ചോദിക്കുന്നത്, അപ്പൊ അമ്മമാർ ഉത്തരം പറഞ്ഞു, എന്നാലും നിങ്ങൾ കേൾക്കുമല്ലോ. ശ്രവണം, കീർത്തനം, വന്ദനം, പൂജനം, ദാസ്യം, സഖ്യം, ആത്മനിവേദനം, ഇതൊക്കെ നമ്മുടെ ഈ ഭക്തിയുടെ ഭാവങ്ങളായി പറയുന്നത്, മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ അങ്ങനെ ഈ നമ്മുടെ ഋഷീശ്വരന്മാർ, അതായത് ഭാഗവതമൊക്കെ തുടങ്ങുന്ന സമയം, ഭാഗവതം ആരും പറഞ്ഞ അല്ലേ, ഭാഗവതത്തിന്റെ ഒക്കെ ആരംഭത്തിൽ തന്നെ എന്താ പറയുന്നത്? ഈ പ്രപഞ്ചം മുഴുവൻ പ്രളയമായിരുന്നു. ഈ പ്രളയത്തിന് നടുവിൽ ഒരു പരബ്രഹ്മം, അതാണ് ജന്മാദ്യസ്യേതോന്നയാദിതരതച്ഛാദേവ ബ്രഹ്മഹൃദായ ആദികവൈ. ആദികവി ആരാ? ബ്രഹ്മാവ്. ആദികവയെ മുഹ്യന്തീയ സൂര്യ തേജോ, ആ ശ്ലോകം അതാ പറഞ്ഞത്. അപ്പോൾ ഈ പ്രപഞ്ചം ഉൽപ്പത്തിയാകുമ്പോൾ ഈ പാൽക്കടലില് ആ ശേഷനാഗത്തിൽ ഇങ്ങനെ നിദ്രയിലാണ്ടിരിക്കുകയാണ് ആരാ? മഹാവിഷ്ണു. അപ്പോൾ ഈ മഹാവിഷ്ണുവിന്റെ നാഭി പങ്കജങ്ങളിൽ നിന്നുമാണ് ആരുടെ സൃഷ്ടി ഉണ്ടാകുന്നത്? ബ്രഹ്മാവ്, അല്ലെ? അപ്പോൾ ആ ബ്രഹ്മദേവനാണ് പിന്നീട് ഭാഗവതം നമ്മളെ എന്നല്ലേ പറഞ്ഞു വരുന്നത്. അപ്പോൾ ഈ സൃഷ്ടി എന്ന് പറയുന്നത് നമ്മൾ ഇത് കേൾക്കുമ്പോൾ, ഇപ്പോൾ ഞാനിവിടെ ഇരിക്കുമ്പോൾ ഞാനിവിടെ വരണം എന്ന് സൃഷ്ടി എനിക്ക് എവിടെ ഉണ്ടാകുന്നത്? എന്റെ മനസ്സിൽ. ഞാൻ ഏത് കർമ്മം